മോഹൻലാൽ പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു. സർവ്വഗായകരെയും മറന്ന് അത് മോഹൻലാലാണ് പാടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പ്രേം നസീർ എന്ന നടന് ശേഷം പാട്ടുകൾക്ക് ഭംഗിയായി ചുണ്ടനക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. ഇത് ഞാൻ പറഞ്ഞതല്ല, സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം പാടി അഭിനയിച്ച പാട്ടുകളല്ല, ഗായകനായി പാടിയ പാട്ടുകളാണ്. അതിൽ പ്രണയഗാനങ്ങളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, വിഷാദ ഗാനങ്ങളുണ്ട്, ഇറോട്ടിക് സോങ്സ് ഉണ്ട്, കുട്ടികൾക്കുള്ള പാട്ടുണ്ട്. 1985 പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ എന്ന സിനിമയിലാണ് ലാലേട്ടൻ ആദ്യമായിട്ട് പാടുന്നത്. കൂടെ പാടുന്നതാകട്ടെ പിന്നീട് ലാലേട്ടന്റെ ശബ്ദത്തിന് ഏറ്റവും സാമ്യമുള്ള ഗായകനായി മാറിയ MG ശ്രീകുമാർ. സംഗീത രഘുകുമാർ, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ. പക്ഷെ പോപ്പുലർ ആയത് ഈ വർഷം ഇറങ്ങിയ ഈ പാട്ടാണ്. നടൻ മാളാരവിന്ദനോടൊപ്പം പാടിയ ഈ പാട്ടിന് ഇന്നും ആരാധകരേറെയാണ്. ശ്യാമിന്റെ സംഗീതം, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ. പ്രണയഗാനങ്ങൾ എടുത്താൽ ഏറ്റവും മനോഹരമായ പാട്ട് ഇതാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ അഭിനയിക്കാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് ഈ സിനിമയിൽ മാത്രമാണ്. കൂടെ പാടുന്ന ചിത്ര ചേച്ചിയും. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം. വേറൊരു പ്രണയഗാനം ഇതാണ്. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞനാൾ നീളം കൈവീശി നീ. അദ്ദേഹത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ റൺ ബേബി റണ്ണിലെ ഒരു പാട്ട്. 2012 പുറത്തിറങ്ങിയ ഈ ഗാനത്തിന്റെ മനോഹരമായ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദാണ്. രതീഷ് വേഗയുടേതാണ് സംഗീതം. മറ്റൊരു പ്രണയഗാനം. 2018 പുറത്തിറങ്ങിയ നീരാളി എന്ന സിനിമയിലെ സോങ്. സ്റ്റീഫൻ ദേവസി മ്യൂസിക് കൊടുത്ത ഈ പാട്ടിൽ കൂടെ പാടുന്നത് സാക്ഷാൽ ശ്രേയ ഘോഷലാണ്. ടി ബിനുവിന്റെ വരികൾ. പ്രണയം എന്ന മൂവിയിലെ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് അടുത്തത്. കനേഡിയൻ സിംഗറായ ലെനറ്റ് കോഹന്റെ 1988 പുറത്തിറങ്ങിയ ആം യുവർ മാൻ എന്ന ആൽബത്തിലെ സോങ്. ഈ സിനിമയിലെ ലാലേട്ടന്റെ ക്യാരക്ടർ മാത്യൂസ് ലെനറ്റ് കോഹന്റെ ഒരു ആരാധകനാണ്. ഈ പാട്ട് കൂടാതെ റീക്രിയേറ്റ് ചെയ്ത 2 പാട്ടുകൾ കൂടി ലാലേട്ടൻ പാടിയിട്ടുണ്ട്. അതിലൊന്ന് ഈ പാട്ടാണ്. ജനം എന്നും മറ്റും ആനപരണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു സുന്ദരമാണിത് കേള് മാറാൻ വരുമ്പോ പീടിക കണ്ടില്ല. 1999 പുറത്തിറങ്ങിയ ഉസ്താദ് എന്ന പടത്തിലെ പാട്ട്. കണ്ണൻ പരീകുട്ടി എഴുതിയ ഒരു മാപ്പിള പാട്ട് 1960 പുറത്തിറങ്ങിയ നീലി സാലി എന്ന സിനിമയിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി ഭാസ്കർ മാഷ് ഉപയോഗിച്ചിരുന്നു. ഉസ്താദിൽ ലാലേട്ടൻ പാടിയ ഈ പാട്ടിന് മ്യൂസിക് കൊടുത്തത് തേജ് മെർവിനാണ്. പിന്നെ ഒരു ഗാനം ഇതാണ്. 1951 ആവാര എന്ന സിനിമയ്ക്ക് വേണ്ടി മുകേഷ് പാടി ഹിറ്റാക്കിയ പാട്ട്. 1991 പുറത്തിറങ്ങിയ വിഷ്ണുലോകം എന്ന സിനിമയിലെ പാട്ട്. ചിത്രചേച്ചിയുമായി ലാലേട്ടൻ 3 സിനിമകളിൽ ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയ പാട്ട് ഇതാണ്. ആയിരത്തി 1995 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ സ്ഫടികത്തിലെ പാട്ട്. SP വെങ്കടേഷിന്റെ മ്യൂസിക്, P ഭാസ്കരന്റെ വരികൾ. 2023 സ്ഫടികം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ ലാലേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് ഈ പാട്ട് വീണ്ടും പാടുകയുണ്ടായി. രണ്ടാമത്തെ പാട്ട് രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ വന്ന ഈ പാട്ട്. 1993 പുറത്തിറങ്ങിയ കളിപ്പാട്ടം എന്ന സിനിമയിലെ ഈ പാട്ടിന് വരികൾ എഴുതിയത് കോന്നിയൂർ ബാസാണ്. മൂന്നാമത്തെ പാട്ട് കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്ന സിനിമയിൽ. അടുത്തത് സുജാത ചേച്ചിയുമായി ഡ്യുവറ്റ് പാടിയ പാട്ട്. ലാലേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഓർമ്മയിലെത്തുന്ന ആദ്യത്തെ പാട്ട്. കോൺവെർസേഷൻ രീതിയിൽ സുധിയുടെയും മീനുക്കുട്ടിയുടെയും പ്രണയം പറഞ്ഞ ഈ പാട്ട് എഴുതിയത് ബിച്ചു തിരുമലയാണ്. സംഗീതം രവീന്ദ്ര മാഷ്. വൈക്കം വിജയലക്ഷ്മിയുമായി ലാലേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. 2019 പുറത്തിറങ്ങിയ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമയ്ക്ക് വേണ്ടി. തോന്നുന്നുണ്ടോ ഇതിന്റെ വരികൾ എഴുതിയത് സന്തോഷ് വർമ്മയാണ്. മ്യൂസിക് ദീപക് ദേവ്. അടുത്ത പാട്ട് റിമി ടോമി ആയിട്ട് ചേർന്ന് ലാലേട്ടൻ പാടിയ പാട്ട്.
2010 പുറത്തിറങ്ങിയ ഒരു നാൾ വരും എന്ന സിനിമയ്ക്ക് വേണ്ടി. ഇതിന്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് MG ശ്രീകുമാറാണ്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ. ബ്ലസി സംവിധാനം ചെയ്ത 3 സിനിമകൾക്ക് വേണ്ടി ലാലേട്ടൻ പാടിയിട്ടുണ്ട്. ഇതിൽ 2 സിനിമയ്ക്കും മോഹൻ സിത്താരയായിരുന്നു മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് ഈ പാട്ടാണ്. 2005 പുറത്തിറങ്ങിയ തന്മാത്ര എന്ന സിനിമയിലെ സോങ്. ലാലേട്ടൻ പാടിയിട്ടുള്ള ഒരേ ഒരു സാഡ് സോങ് ഇതാണെന്ന് തോന്നുന്നു. ജയേട്ടൻ പാടിയ വേർഷനാണ് സിനിമയിലുള്ളത്. കൈതപ്രത്തിന്റെ വരികൾ. രണ്ടാമത്തേത് ഈ ഗാനാണ്. 2009 പുറത്തിറങ്ങിയ ഭ്രമരം എന്ന ചിത്രത്തിലെ പാട്ട്. വളരെ ലാളിത്യമുള്ള, ഏതൊരാൾക്കും നൊസ്റ്റാൾജിയ നൽകുന്ന ഒരു പാട്ട്. ഇതിന്റെ വരികൾ എഴുതിയത് അനിൽ പനിച്ചുരാറാണ്. മൂന്നാമത്തെ ഗാനം പ്രണയം എന്ന സിനിമയിലെ ആം യുവർ മാൻ. M ജയചന്ദ്രന്റെ മ്യൂസിക് ലാലേട്ടൻ 3 സിനിമകൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ട് ഇതാണ്. 2003 പുറത്തിറങ്ങിയ ബാലേട്ടൻ എന്ന സിനിമയിലെ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. അടുത്തത് ഒടിയനിലെ ഈ പാട്ട്. 2018 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ പാട്ടിന് വരികൾ എഴുതിയത് പ്രഭാവർമ്മയാണ്. മൂന്നാമത്തത് ഒരു കവിതയാണ്. ജീവിതം ഒരു തീവ്രവ്രതമാക്കിയോൻ ഉഗ്രശബദത്തിൽ ആത്മാ. 2008 പുറത്തിറങ്ങിയ മാടമ്പി എന്ന സിനിമയിലെ ഈ കവിതയ്ക്ക് വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാനാണ്. നാടൻപാട്ട് ശൈലിയിൽ ലാലേട്ടൻ കുറച്ചധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ ചിത്രം എന്ന സിനിമയിലെ 2 പാട്ടുകളാണിത്. കണ്ണൂർ രാജന്റെ മ്യൂസിക്, ഷിബു ചക്രവർത്തിയുടെ വരികൾ. 2018 ഇറങ്ങിയ ഡ്രാമ എന്ന സിനിമയിലെ ഒരു പാട്ട്. പണ്ടാരാണ്ട് ചൊല്ലിട്ടില്ലേ, പാണൻ പാട്ട് കേട്ടിട്ടില്ലേ, ലോകം മൊത്തം നാടകമെന്ന് എന്റെ വനങ്കിളിയേ. വിനു തോമസിന്റെ സംഗീതം, BK ഹരിനാരായണന്റെ വരികൾ. 2023 പുറത്തിറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലെ ഒരു പാട്ട്. പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്, PS റഫീഖിന്റെ വരികൾ. 1988 പുറത്തിറങ്ങിയ പാദമുദ്ര എന്ന സിനിമയിൽ ലാലേട്ടൻ മുരുകനെ വാഴ്ത്തുന്ന ഒരു പാട്ടുണ്ട്. ലോകം പാലിച്ചുകൊണ്ട് പഴനിമല ആണ്ടവാ പോറ്റി, പഴനിമല ആണ്ടവാ പോറ്റി, ചേലേറിടും മലയിലേറി മടിച്ചിടാതെ വേലായുധ. വിദ്യാധര മാഷാണ് ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. 1993 പുറത്തിറങ്ങിയ ഗാന്ധർവ എന്ന സിനിമയിൽ നായികയെ കളിയാക്കിക്കൊണ്ട് ലാലേട്ടൻ പാട്ട് പാടുന്നുണ്ട്. അബലാത്വമല്ല, അടിമത്വമല്ല, പുരുഷനു നിഴലായ ഭീരുത്വമല്ല. SP വെങ്കടേഷിന്റെ മ്യൂസിക്, കൈതപ്പത്തിന്റെ വരികൾ. 1999 പുറത്തിറങ്ങിയ ഒളിമ്പിൻ അന്തോണി ആദം എന്ന സിനിമയിൽ ലാലേട്ടൻ കുട്ടികളോടൊപ്പം ഒരു പാട്ട് പാടുന്നുണ്ട്. സംഗീതം ഔസേപ്പച്ചൻ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത 2022 പുറത്തിറങ്ങിയ ബ്രോഡാഡി എന്ന സിനിമയിലെ ഒരു പാട്ട്. വന്നു പോകും മഞ്ഞും തണുപ്പും അണുണയ്ക്കു നീയൊരാൾ, പൃഥ്വിരാജിനോടൊപ്പം പാടുന്ന ഈ പാട്ടിന് മ്യൂസിക് കൊടുത്തത് ദീപക് ദേവാണ്. മധു വാസുദേവന്റെ വരികൾ. ലാലേട്ടന്റെ ഡെബ്യൂ ഡയറക്ഷൻ മൂവിയായ ബറോസിലാണ് അവസാനമായി ലാലേട്ടന്റെ പാട്ട് കേട്ടത്. 2024 പുറത്തിറങ്ങിയ ഇസബല്ല എന്ന ഈ സോങ് മ്യൂസിക് കൊടുത്തത് ലിഡിയൻ നാസറാണ്. വിനായക് ശശികുമാറിന്റെയാണ് വരികൾ. ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാണ്ട് കുറെ ആൽബങ്ങളിലും ഡിവോഷൻ സോങ്സ് ഒക്കെ ലാലേട്ടൻ പാടിയിട്ടുണ്ട്. അത്തരം പാട്ടുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ പിറകെ വരുന്നതായിരിക്കും. മറ്റേതൊരു വിഷയത്തെക്കാളും സംഗീതത്തെക്കുറിച്ച് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് രവി മേനോൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി പാട്ടുകൾ പാടാൻ ഇഷ്ടമുള്ള ലാലേട്ടൻ, ഹിന്ദി പാട്ടുകൾ കോളേജിലൊക്കെ പാടിയിട്ടുള്ള ലാലേട്ടൻ. വിസ്മയകരമായ അഭിനയത്തോടൊപ്പം ലാലേട്ടന് കുറെ നല്ല പാട്ടുകൾ വരും വർഷങ്ങളിൽ പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിട്ടുപോയ ലാലേട്ടൻ പാട്ടുകളും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.